ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി വെള്ളോമ്പുരടത്തിൽ ജോസിച്ച സഹപ്രവർത്തകരായ വൈദികരെ, പ്രിയപ്പെട്ട മറ്റച്ഛന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളുടെ ഈ മണ്ണാറപ്പാറ ഫ്രാൻസിസ് സേവിയർ ഇടവക രൂപതയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ്. 1300ഓളം കുടുംബങ്ങളുള്ള ഈ ദേവാലയം നമ്മുടെ ഈ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവാരാധന കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഡീക്കൻ ശംശാന ജേക്കബ് കരിനാട്ടിനെ ഈശോയുടെ പുരോഹിതനായിട്ട് സഭ മാറ്റുകയാണ്. വലിയൊരു അവസരമാണത്, സന്തോഷത്തിൻ്റെ അവസരമാണ്. കുന്നോത്ത് മേജർ സെമിനാരിയിലാണ് ജേക്കബ് പഠിച്ചത്. അവിടുത്തെ നമ്മുടെ രൂപതക്കാരായ 2 അച്ഛന്മാരാണ് പുതുക്കുളങ്ങര അച്ഛനും താന്നിക്കാപ്പാറ അച്ഛനും ആർച്ച് ഈ അഭിഷേക കർമ്മത്തിൽ പങ്കെടുക്കുന്നതും. മലബാറിൻ്റെ സെമിനാരി എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കുടിയേറ്റക്കാരായ നമ്മളുടെ പൂർവികർ അവിടെ താമസിച്ച് വിശ്വാസം പങ്കുവെച്ചതിൻ്റെ അടയാളമാണല്ലോ തലശ്ശേരി അതിരൂപതയും അതിൻ്റെ സാമന്ത രൂപതകളുമെല്ലാം. അതിൻ്റെ നടുവിൽ കുന്നോത്ത് ഒരു മേജർ സെമിനാരി വരണമെന്നുള്ളത് സിനഡിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് നമ്മുടെ സഭയിലെ ഏറ്റവും നല്ല മേജർ സെമിനാരികളിലൊന്നായിട്ട് അതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീക്കൻ്റെ മാതാപിതാക്കൾ ജോർജും ആലീസും വരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സഹോദരൻ ബിബിനും പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ ചേട്ടനെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല പ്രാർത്ഥനയുടെ ഒരു കുടുംബവും അതിൻ്റെ ഫലവുമാണ് നമുക്ക് സമർത്ഥനായ ഈ ശമാച്ചനെ കിട്ടിയത്. ശമാച്ചൻ്റെ പഠനകാലത്തിൻ്റെ ഇടയിൽ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കുകയും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രി കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ സെൻറ്റ് തോമസിൽ പഠിക്കാൻ അവസരം കിട്ടിയതും അതും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് അവസരം കൊടുത്തതുമെല്ലാം ശമാച്ചനെ സംബന്ധിച്ച് വലിയ വളർച്ചയുടെ ഒരു അവസരം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മേജർ സെമിനാരികളിൽ നന്നായിട്ട് അധ്വാനിച്ചു, പഠിച്ചു, നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലീഡറാണ് ശമാച്ചന്. എല്ലാവരോടും ഇടപെടാനും ആവശ്യ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവ് രൂപതയ്ക്ക് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനെല്ലാം അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. നല്ല കലാകാരനാണ്, വോളിബോൾ ക്യാപ്റ്റനാണ്, കളിക്കാരനാണ്, കാർട്ടൂൺ, പെൻസിൽ ഡ്രോയിങ്ങൊക്കെ വലിയ താല്പര്യമുണ്ട്. വളരെ സിൻസിയർ ആൻഡ് ഡിസിപ്ലിൻഡ് എന്നാണ് റെറ്റച്ചൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി തന്നിരിക്കുന്നത്. നല്ല ആത്മാർത്ഥതയുള്ള, അച്ചടക്കമുള്ള, ബൗദ്ധിക നിലവാരമുള്ള, ചരിത്ര വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള, സുറിയാനി ഭാഷയിൽ താല്പര്യമുള്ള ഒരു ശമാച്ചനാണ്. അദ്ദേഹത്തെ നമ്മളുടെ രൂപതയുടെ വൈദികനായിട്ട് നമ്മൾ ഈശോ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ രൂപതയ്ക്കും അത് വലിയൊരു അംഗീകാരവും അനുഗ്രഹവുമാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. ശമാച്ചൻ്റെ പേരിന് കാരണക്കാരനായ യാക്കോബിനെ ഈശോ വിളിക്കുന്നതും മനോഹരമായ ഒരു സംഭവമാണല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 1:19 കുറച്ച് ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ വഞ്ചിയെ
ഉപേക്ഷിച്ച് ഇരുവരും കർത്താവിനെ അനുഗമിച്ചു. കർത്താവിൻ്റെ വിളി കേട്ട് സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ച രണ്ട് വിശിഷ്ട വ്യക്തികളാണ് മത്തായിയും യാക്കോബും. പട്ടം കൊടുക്കൽ ശുശ്രൂഷയിലെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ശുദ്ധി എഴുന്ന പുരോഹിതരെ പാപക്കെണിയിൽ നിന്നെല്ലാം മാറി ജാഗ്രതയോടെ നിൽക്കണം എന്നുള്ളത്. വളരെ അർത്ഥസമ്പുദ്ധമായ ഒരു പ്രാർത്ഥനയാണത്. പദവി കൊണ്ട് വിശുദ്ധരായ പുരോഹിതന്മാർ ജീവിതം കൊണ്ടും വിശുദ്ധരായിരിക്കണം എന്ന് ആ കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടി, അച്ഛനായി, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലെത്തി. അതുമാത്രം പോരാ, ജീവിതം കൊണ്ടും വിശുദ്ധരായിരിക്കണം എന്നുള്ള അതിമനോഹരമായ ഒരു ചിന്തയാണ് ആ കീർത്തനം നമുക്ക് നൽകുന്നത്. ഭൂമിയിലെ മാലാഖമാരാകാൻ വിളിക്കപ്പെട്ട പുരോഹിതനോട് ആ വിളിക്ക് യോജിക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള വലിയ തീഷ്ണതയോടുകൂടിയുള്ള സഭയുടെ ഒരു ഓർമ്മിപ്പിക്കലാണ്. പാപങ്ങളിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തി ജാഗ്രത ഉള്ളവരായിരിക്കണം, അങ്ങനെ പരിശുദ്ധമായ ഒരു ജീവിത ശൈലിയുടെ ഉടമയായിരിക്കണം എന്ന് ഈശോ തന്നെ തുടർന്ന് പറയുന്നുണ്ടല്ലോ. വിശുദ്ധിയാകുന്ന തൈലം കൊണ്ട് അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പട്ടക്രമം മൂറോൻ കൊണ്ട്, തൈലം കൊണ്ട് അല്ല അഭിഷേകം ചെയ്യപ്പെടുന്നത്, വിശുദ്ധിയാകുന്ന തൈലം കൊണ്ട് അങ്ങയുടെ ഈ ദാസനെ അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയാണ് ആ വിശുദ്ധി. ഈശോയുടെ ആ വിശുദ്ധിക്ക് ചേർന്ന് ജീവിക്കണം. അപ്പോഴാണ് അഭിഷേകം തുടരുന്നത് എന്ന ആ വലിയ സത്യമാണ്. അഭിഷേകം നടക്കുന്നത് വിശുദ്ധി തന്നെയായ ഈശോയുടെ ആ സാന്നിധ്യം വഴിയാണ്. പരിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കാൻ തക്കവണ്ണം ഈ പുത്തനച്ഛൻ മാറണം എന്ന് അഭിഷേക കർമ്മത്തിലെ പ്രാർത്ഥനകൾ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു പ്രബോധനം കൂടിയാണ് എല്ലാവർക്കും. പൗലോസ് തിമോത്തിക്കെഴുതിയ 1-ാം ലേഖനം 6:20 പറയുന്നു, അല്ലയോ തിമോഥെയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്ത് സൂക്ഷിക്കണം. ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള ആധ്യാത്മിക ചിന്തകൾ, മൂല്യങ്ങൾ അത് നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നത് ക്ലേശകരമായൊരു കാര്യമാണ്. യോഹന്നാൻ മാംദാനായുടെ ഒരു ദൗത്യവും അതായിരുന്നല്ലോ. മാതാപിതാക്കളുടെ മനസ്സ് മക്കളിലേക്ക് തിരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. ഇത് പലപ്പോഴും പല വീട്ടിലും നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ക്ലേശകരമായ ഒരു കാര്യമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്ത് സൂക്ഷിക്കണം. വിശുദ്ധമായ ഈശോ എന്ന ആ പൈതൃകത്തിലാണ്, അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളെ ഭരമേൽപ്പിക്കുന്നത് അതാണ്. പരിശുദ്ധ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളാണ്. അത് കാത്തു സൂക്ഷിച്ച് ദൈവജനത്തെ അതിൽ വളർത്തിയെടുക്കുക എന്ന ദൗത്യമാണ്. അതുപോലെ 2 തിമോത്തിയോസ് 1:5 നിൻ്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യൗനിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതിമനോഹരമായ ഒരു കാര്യമാണ്. തിമോത്തിയോസിനെ തന്നെ കർത്താവ് അഭിനന്ദിക്കുന്നത് നിൻ്റെ അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസം നിനക്കുണ്ട് എന്നതിലാണ്. എത്ര സമൃദ്ധമായ ഒരു തിരുവചനമാണ് ഫാമിലി സെൻറ്റേഡായിട്ടുള്ളത്. അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസം നമുക്കുണ്ടെങ്കിൽ കൈവെപ്പ് കൊടുക്കുന്നതിൽ പ്രയാസപ്പെടേണ്ട എന്നാണ്
പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. കൈവെപ്പിലൂടെ സഭയിൽ ശുശ്രൂഷകരുണ്ടാകണം. അതിനുള്ള മാനദണ്ഡം ആ കുട്ടിക്ക് അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസമുണ്ടായിരിക്കണം. എൻ്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. പട്ടം ഏറ്റതുകൊണ്ട് മാത്രമായില്ല, സ്വീകരിച്ച ആ ദൈവിക വരത്തെ നമ്മൾ ഒരു ജ്വാലയായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ കാത്ത് സൂക്ഷിക്കുമ്പോഴാണ് അത് ദൈവജനത്തിന് ഉപകാരപ്പെടുന്നത്. അങ്ങനെ അതീവ സമ്പന്നമായ തിരുവചനവും നമ്മുടെ തിരുപ്പറ്റ ശുശ്രൂഷയിലെ പ്രാർത്ഥനകളും ഒരച്ഛൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിലേക്കുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഒരു വാക്ക് ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചുകൂടെ. മത്തായിയെ കർത്താവ് വിളിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. യാക്കോബിനെ വിളിച്ച ഭാഗവും ഞാൻ വായിച്ചിരുന്നല്ലോ. വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു വിളിയാണ് ഇത് രണ്ടും. യാക്കോബിന് ശ്ലീഹന്മാർക്ക് പലർക്കും കിട്ടാത്ത വളരെ എക്സെപ്ഷണലായിട്ടുള്ള ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഈശോയുടെ കൂട്ടത്തിൽ എപ്പോഴും ആയിരിക്കാൻ. മത്തായി ചുങ്കക്കാരനായിരുന്നു, വലിയ ആളായിരുന്നു, റോമാക്കാർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കർത്താവ് അവനെ നോക്കി വിളിച്ചു. അതേക്കുറിച്ച് ഇംഗ്ലീഷുകാരനായ പരിശുദ്ധ ബീഡ് പറയുന്നു, മിസരാന്തോ അത്ക്വേ എലിജെന്തോ, മിസരാന്തോ അത്ക്വേ എലിജെന്തോ. കാരുണ്യപൂർവ്വം അവനെ നോക്കി വിളിച്ചു. കർത്താവ് കാരുണ്യപൂർവ്വം അവനെ നോക്കി വിളിച്ചതാണ്. ആ ഒരു നോട്ടം ഈ മത്തായിക്ക് വലിയ അനുഗ്രഹമായി ഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കുമറിയാമല്ലോ. കർത്താവ് ഒരാളെ നോക്കുമ്പോൾ കർത്താവ് നമ്മളെ ട്രാൻസ്ഫോംഡാക്കും. അദ്ദേഹം വെറും ചുങ്കക്കാരനായിട്ട് അവിടെ ഇരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിലുള്ള പൊട്ടൻഷ്യൽ സാധ്യതകൾ എന്താണെന്ന് എല്ലാം വിളിച്ച് ലോകത്തോട് പറയുന്ന ഒരു ക്ഷണമായിരുന്നു അത്. മത്തായിയുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചുള്ള ഒരു വിധി നിർണയം അല്ലായിരുന്നു, ഫ്യൂച്ചറിലേക്കുള്ള ഒരു ബിൽഡിംഗ് അപ്പിനുള്ള ഒരു ഇൻവിറ്റേഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം നോക്കിയാൽ അദ്ദേഹത്തെ വിളിക്കാൻ യാതൊരു യോഗ്യതയും അദ്ദേഹത്തിനില്ല. പക്ഷേ ഭാവി മത്തായിയുടെ കയ്യിലാണെന്ന് കർത്താവ് മുൻകൂട്ടി കണ്ടു. ഡിസൈപ്പിൾഷിപ്പ് റിക്വയേഴ്സ് എ റെസ്പോൺസ്. എഴുന്നേറ്റ് എൻ്റെ കൂട്ടത്തിൽ വരിക, അതിനുള്ള ഒരു ഉത്തരമാണ് മത്തായി കൊടുത്തത്. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഫോളോഡ് ഹിം. ആ ക്ഷണത്തിൽ അദ്ദേഹം ആ ഓഫീസിൽ നിന്ന്, വലിയ കളക്ടർമാരുടെ ഓഫീസ് പോലെയായിരുന്നു ഈ ടാക്സി പിരിക്കുന്ന സ്ഥലം, ആ ക്ഷണത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് കർത്താവിൻ്റെ കൂട്ടത്തിൽ പോയി. നമ്മളവിടെ കാണുന്ന ഒരു ട്രാൻസിഷൻ, ഒരു വളർച്ച. ടാക്സ് കളക്ടർ, സിന്നർ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആളായിട്ട് ജീവിച്ച വ്യക്തി എവാഞ്ചലിസ്റ്റായിട്ട്, സുവിശേഷകനായിട്ട്, സ്ലീഹായായിട്ട് മാറുന്ന അത്ഭുതകരമായ കാര്യമാണ്. അദ്ദേഹം എഴുതിയ സുവിശേഷം അതീവ സമ്പന്നമായ ഒരു സുവിശേഷമാണ്. ആ പരിവർത്തനം നമുക്ക് ഒരു വൈദികന് ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് സ്വീകരിക്കുന്ന തിരുപ്പട്ടത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. മത്തായിയാണ് ഏറ്റവും കൂടുതൽ പഴയ നിയമ ഭാഗങ്ങൾ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 70 തവണ പഴയ നിയമത്തിലേക്കുള്ള തിരിഞ്ഞു പോകൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധേയമായ ഒരു ഗോസ്പലാണ്. ഈശോയുടെ ബൈബിള് പഴയ നിയമമായിരുന്നല്ലോ. ഈശോയുടെ ബൈബിള് പഴയ നിയമമായിരുന്നു. സിനഗോഗുകളിലും പൊതുസ്ഥലത്തുമെല്ലാം അത് വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഈശോ അത് വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് പുതിയ നിയമം പിറന്ന് വീഴുകയായിരുന്നു. പഴയ നിയമം ഗർഭം ധരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെപ്പോലെയായിരുന്നു. ആ കുഞ്ഞ് പിറന്നപ്പോൾ അത് ന്യൂ ടെസ്റ്റമെൻ്റായി. അതാണ് നമ്മൾ ദൈവവചന ബന്ധങ്ങളിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആഴത്തിൽ
മനസ്സിലാക്കുന്ന കാര്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈശോ ചുങ്കസ്ഥലത്തുകൂടെ നമ്മളൊരു കളക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടോ? സ്വാഭാവികമായിട്ട് ഈശോ മത്തായിയുടെ ചുങ്കസ്ഥലത്തുകൂടെ കയറി അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ സാഹിത്യകാരന്മാർ പറയുന്നത്, മത്തായി ചോദിച്ചു ഈശോയോട്, ഹാവ് യു എനിത്തിങ് ടു ഡിക്ലെയർ? കാരണം അല്ലെങ്കിൽ അവിടെ ചെല്ലേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടോ? വല്ല സാധനങ്ങളും കടത്തി കൊണ്ടുപോകാനുണ്ടോ? അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്കൊരു കാര്യം മാത്രമേ ഡിക്ലെയർ ചെയ്യാനുള്ളൂ. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എനിക്ക് ദൈവരാജ്യമാണ് ഡിക്ലെയർ ചെയ്യാനുള്ളത്. എന്നിട്ട് ഉടനെ പറഞ്ഞു, യു ഗെറ്റ് അപ്പ് ആൻഡ് ഫോളോ മീ. നീ എഴുന്നേറ്റ് എൻ്റെ കൂട്ടത്തിൽ വന്നാൽ മാത്രം മതി. അത്ര സമ്പന്നമായ ഒരു വിളിയും ഒരു പോക്കുമായിരുന്നു അത്. അതോടുകൂടി സഭയുടെ പിതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, മത്തായി എല്ലാം ഉപേക്ഷിച്ച് പോയി, എങ്കിലും ഒരു പേന എടുക്കാൻ മറന്നുപോയില്ല എന്ന്. കാരണം വ്യക്തമാണല്ലോ, മത്തായി എഴുതിയ സുവിശേഷത്തിലേക്കുള്ള ഒരു സൂചനയാണത്. ആ സുവിശേഷമാണ് മോസ്റ്റ് പോപ്പുലർ, മോസ്റ്റ് കമൻഡഡ്, മോസ്റ്റ് വൈഡ്ലി റെഡ്, മോസ്റ്റ് ലിറ്റർജിക്കൽ, മോസ്റ്റ് ക്രിസ്റ്റോളജിക്കൽ, മോസ്റ്റ് എക്ലിസിയോളജിക്കൽ, മോസ്റ്റ് ജൂവിഷ്, മോസ്റ്റ് എസ്കത്തോളജിക്കൽ, the biggest gospel and the gospel having a primacy. 4 ഗോസ്പൽസിൽ ഒരു പ്രൈമസി പോലുമുള്ള ഗോസ്പലാണ്. അതിൻ്റെ വലിപ്പം കൊണ്ടും അതിൻ്റെ ഞാൻ പറഞ്ഞ 6-7 ഈ കാരണങ്ങൾ കൊണ്ടും അത്ര സമ്പന്നമായ ഒരു സുവിശേഷമാണ് ഈ ചുങ്കക്കാരൻ കർത്താവിൻ്റെ ശിഷ്യനായപ്പോൾ നമുക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പഴയതും പുതിയതും ആവശ്യാനുസരണം എടുത്ത് കൊടുക്കാൻ, വ്യാഖ്യാനിക്കാൻ മത്തായിക്ക് കഴിഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ ഒരു വിളി കേൾക്കുമ്പോൾ, ആ വിളി കേട്ട് കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ശമാച്ചൻ, ജേക്കബ് ശമാച്ചൻ ഈ വിളി കേട്ട് കർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരവും നല്ല ആത്മീയ ചിന്തകളും ഭാഷാ മികവുമെല്ലാം കൂടുതൽ എഴുതുന്നതിനും പഠിപ്പിക്കുന്നതിനും അങ്ങനെ എഴുതുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജീവിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. വലിയൊരു സഭയായിട്ടാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ, അച്ഛന്മാരും ഇൽമായിലും സിസ്റ്റേഴ്സുമെല്ലാം ഈ അഭിഷേക കർമ്മത്തിലുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഇവിടെ വള്ളവമ്പുരത്തിൽ വിയാരീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അച്ഛൻ ജിൻഡോ, ബഹുമാനപ്പെട്ട വലിയ വീട്ടിലച്ഛൻ, വടക്കേ തൊട്ടിലച്ഛൻ, അങ്ങനെ ഈ വലിയ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ സാന്നിധ്യവും ഈ ദിവസത്തിന് വേണ്ടി അവർ ഒരുക്കിയ ഈ കാര്യങ്ങളുമെല്ലാം വളരെ വലുതാണ്. നമ്മുടെ ഇടവക ആൻഡ് സേവിയറിൻ്റെ നാമത്തിലാണ് ഞാനിവിടെ അനേകം അവസരങ്ങളിൽ വരികയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഈ ഇടവകയിൽ നിന്ന് നമുക്ക് സമൃദ്ധനായ ഈ കൊച്ചച്ഛനെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഇടവകയ്ക്ക് ഭാഗ്യമാണ്, രൂപതയ്ക്ക് ഭാഗ്യമാണ്, നമ്മുടെ സഭയ്ക്കും വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ മറിയത്തോടും ഫ്രാൻസിസ് സേവ്യറിനോടും പരിശുദ്ധ അൽഫോൻസാമയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.